അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അയ്യുഹന്നാസ് തഖുല്ലാഹ്. ബഹുമാന്യരെ, വിശുദ്ധമായ ദിനരാത്രങ്ങൾ ഓരോന്നായി അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ മുഴുവൻ പുണ്യങ്ങളെയും കരസ്ഥമാക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മനുഷ്യവംശം ഇന്നോളം നേടിയെടുത്ത സകല പുരോഗതിയുടെയും പിന്നിലുള്ളത് മനുഷ്യന് അറിവ് നേടാനും ആ അറിവ് രേഖപ്പെടുത്താനും അത് അടുത്ത തലമുറക്ക് കൈമാറാനുമുള്ള ശേഷിയാണ്. ഓരോ മനുഷ്യനും പുതിയ അറിവുകൾ കണ്ടെത്തുകയും അത് അടുത്ത തലമുറക്ക് കൈമാറുകയും ആ തലമുറ അതിനോട് പുതിയത് കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിനോട് കൽപ്പിക്കുന്ന ആദ്യത്തെ കൽപ്പന ഇഖ്റ, നീ വായിക്ക് എന്നാണ്. വായനയുടെയും എഴുത്തിൻ്റെയും മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിനോട് ആദ്യമായി സംസാരിക്കുന്ന ആദ്യത്തെ 5 വചനങ്ങളും. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ മഹത്വവും അറിവിൻ്റെ പ്രാധാന്യവും അതെത്രമാത്രം വലുതാണ് എന്ന് ഓരോരുത്തർക്കും മനസ്സിലാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവ് നേടുക എന്നത്, അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും ആണാവട്ടെ പെണ്ണാവട്ടെ അതവൻ്റെ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. നല്ല അറിവുകൾ ശേഖരിക്കുകയും ആ അറിവിനെ വിപുലീകരിക്കുകയും ആ അറിവ് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ മാനവിക ധർമ്മമായി പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അറിവ് 2 തരത്തിലുണ്ട്. ഒന്ന് ഉപകാരപ്രദമാകുന്ന അറിവ്, രണ്ടാമത്തേത് ഉപദ്രവകരമാകുന്ന, മനുഷ്യനെയും ലോകത്തെയും നശിപ്പിച്ച് കളയുന്ന അറിവ്. ഉപകാരപ്രദമായ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ഭൗതിക ജീവിതം നന്നായിത്തീരുകയും അവൻ്റെ പാരത്രിക ജീവിതത്തിൽ അവന് സ്വർഗം ലഭിക്കാൻ കാരണമാവുകയും ചെയ്യുന്ന അറിവിനെയാണ് ഇസ്ലാം ഉപകാരപ്രദമായ അറിവ് എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള മനുഷ്യൻ്റെ ജീവിതം സുഖകരമാവാൻ ആവശ്യമായ കണ്ടുപിടുത്തങ്ങൾ, അറിവുകൾ, അതിനാവശ്യമായ പുതിയ പുതിയ വഴികൾ തേടാനുള്ള മനുഷ്യൻ്റെ ശേഷി, അതുപോലെ തന്നെ നാളെ പാരത്രിക ജീവിതത്തിൽ നരകത്തിൽ പോകാതിരിക്കാൻ സ്വർഗത്തിലെത്താൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുവാനും അതിനാവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുമുള്ള മനുഷ്യൻ്റെ കഴിവ്, ഇതിന് രണ്ടിനും ഉപകാരപ്പെടുന്ന അറിവാണ് ഉപകാരപ്രദമായ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപദ്രവകരമായ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, മനുഷ്യൻ്റെ പാരത്രിക ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന അറിവാണ്. ഈ ലോകം തന്നെയാണ് സുന്ദരമെന്നും ഇവിടെ തന്നെയാണ് ആസ്വാദനമെന്നും ഇതിനപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നും മനുഷ്യൻ്റെ എല്ലാ പരിശ്രമങ്ങളും അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അവൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഈ ദുന്യാവിൽ തന്നെ കുരുക്കിയിടണം എന്ന് പഠിപ്പിക്കുന്ന അറിവ് ഉപദ്രവകരമായ അറിവാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ധാർമ്മികതകളെ നശിപ്പിക്കുന്ന, അവൻ്റെ സൽസ്വഭാവത്തെ ഇല്ലാതാക്കുന്ന, മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന എല്ലാ അറിവുകളും ഉപദ്രവകരമായ അറിവുകളാണ്. നമുക്കറിയാമല്ലോ, മനുഷ്യൻ അവൻ്റെ പുരോഗതിക്കാവശ്യമായ എത്രയോ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ തന്നെ മനുഷ്യനെയും മനുഷ്യവംശത്തെ മുഴുവനും നശിപ്പിച്ച് കളയാൻ സാധിക്കുന്ന മാരകമായ ഉപദ്രവങ്ങളും വിഷവാതകങ്ങളും ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ വൃത്തികെട്ട ഒരുപാട് സംവിധാനങ്ങളും ഈ ലോകത്ത് പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉണ്ടാക്കുവാൻ ആവശ്യമായ അറിവും അത് മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ ആവശ്യമായ അറിവും ഈ അറിവുകളൊക്കെയും ഉപദ്രവകരമായ അറിവുകളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉപകാരപ്രദമായ അറിവ് നേടിയെടുക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായും ആ കർമ്മം അനുഷ്ഠിക്കുന്നവർ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളായും ഇസ്ലാം ലോകത്തിലെ മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യവംശത്തിനും മാനവികതക്കും ഉപദ്രവകരമാകുന്ന, മനുഷ്യൻ്റെ പരലോക ബോധത്തെ പോലും ഇല്ലാതാക്കി കളയുന്ന അപകടകരമായ അറിവിൽ നിന്ന് മനുഷ്യൻ വിട്ടുനിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയും അല്ലാഹു തആല നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന അവിടുത്തെ ഒരു വചനമാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇബ്നു മാജയിൽ ഉദ്ധരിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലുല്ലാഹ ഇൽമൻ നാഫിഅ വതഅവദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഉ. സലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്.
അറിവ് നേടാനും അത് സൂക്ഷിച്ചു വെക്കാനുമുള്ള കഴിവ് ദൈവദത്തമായി മനുഷ്യർക്ക് ലഭിക്കേണ്ട ഒരു കഴിവാണ്. അതുകൊണ്ട് ആ കഴിവിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, അള്ളാഹുവെ ഉപകാരപ്രദമായ അറിവ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ. അതോടൊപ്പം തന്നെ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചു, വതഅവ്വദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഉ, അള്ളാഹുവെ ഉപകാരപ്രദമല്ലാത്ത വിനാശകാരികളായ സ്വഭാവത്തെയും ധാർമ്മികതയെയും നശിപ്പിച്ച് കളയുന്ന അത്തരം വൃത്തികെട്ട അറിവുകളിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കാൻ പ്രവാചകൻ കൽപ്പിക്കുന്നുണ്ട്. വർത്തമാനകാലത്ത് ഈ രണ്ട് പ്രാർത്ഥനകളും ഏറെ പ്രസക്തമാണ്. അള്ളാഹുവേ ഉപകാരപ്രദമായ അറിവ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ, അതോടൊപ്പം തന്നെ ഉപദ്രവകരമായ അറിവിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിക്കുന്നുണ്ട്. 4 കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ എപ്പോഴും അള്ളാഹുവിനോട് അഭയം തേടാറുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാന മിൻ ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ നിത്യമായ പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അർബഇ, അള്ളാഹുവെ 4 കാര്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നുണ്ട്. എന്നിട്ട് അതിൽ ഒന്നാമത്തേതായി പ്രവാചകൻ പറഞ്ഞത് മിൻ ഇൽമിൻ ലാ യൻഫഉ, അള്ളാഹുവെ ഉപകാരം ചെയ്യാത്ത, ഈ ദുന്യാവിൻ്റെ നന്മക്കും നാളത്തെ പാരത്രികമായ വിജയത്തിനും ഉപകരിക്കാത്ത എല്ലാവിധ അറിവുകളിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന പ്രവാചകന്റെ പ്രാർത്ഥന നിത്യപ്രസക്തമാണ്. അപ്പോൾ അറിവിനെ നല്ലതും ചീത്തയുമായി വേർതിരിക്കാനും ആ നല്ലത് നേടിയെടുക്കാനും ചീത്തയിൽ നിന്ന് അകന്നു നിൽക്കാനും ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. വിശുദ്ധ റമളാൻ അറിവിൻ്റെ കൂടി മാസമാണ്. നല്ല അറിവ്, സൃഷ്ടാവിനെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും അവൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെയുള്ള നല്ല അറിവ് നേടിയെടുക്കാൻ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ ഉപകാരപ്രദമായ അറിവിനെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ, ഉപദ്രവകരമായ അറിവിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ, ഞങ്ങളുടെ തലമുറകളെയും നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.